നമ്മുടെ ജീവിതത്തിലേക്ക് ദിവസേന എത്രയോ ആളുകൾ വന്നു പോകുന്നുണ്ടല്ലേ? ചിലരെ നമ്മൾ കാണുന്നു, സംസാരിക്കുന്നു, അടുത്ത നിമിഷം മറന്നുപോകുന്നു. എന്നാൽ ചില മനുഷ്യരുണ്ട്, അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് വലിയ ബഹളങ്ങളോടെയോ പരസ്യങ്ങളോടെയോ ഒന്നും ആയിരിക്കുകയില്ല. വളരെ നിശബ്ദമായിട്ടായിരിക്കും അവർ കടന്നു വരിക. പക്ഷേ അവർ വന്നു പോയതിനു ശേഷം അവരുണ്ടാക്കിയ ആ സാന്നിധ്യമുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. അതവിടെ അങ്ങനെ കിടക്കും വർഷങ്ങളോളം, ഒരു പക്ഷേ മരണം വരെ. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ മനസ്സ്, മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ സ്ത്രീകൾ വികാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ പതിയുന്ന ചില അടയാളങ്ങൾ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകാറില്ല. ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ എത്രയോ പുരുഷന്മാരെ കണ്ടുമുട്ടുന്നുണ്ടാകാം. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, പ്രണയിതാക്കൾ, ബന്ധുക്കൾ, അങ്ങനെ പലരും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏതൊരു സ്ത്രീക്കും തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഓർമ്മകളിൽ എപ്പോഴും ജീവിക്കുന്ന ഒരൊറ്റ പുരുഷനുണ്ടാകും. അവൻ ആരാണ്? അവൻ വലിയൊരു സിനിമാ നടനെ പോലെ സുന്ദരനായിരിക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ വലിയൊരു കോടീശ്വരനായിരിക്കണോ? മനഃശാസ്ത്രം പറയുന്നത് അല്ല എന്നാണ്. ബാഹ്യമായ രൂപഭംഗിയേക്കാൾ അല്ലെങ്കിൽ പണത്തേക്കാൾ ഒരു പുരുഷന്റെ ചില പ്രത്യേക പെരുമാറ്റങ്ങളും അവന്റെ സവിശേഷതകളുമാണ് അവനെ സ്ത്രീകളുടെ മനസ്സിൽ ഒരു അനശ്വരമായ ഓർമ്മയാക്കി മാറ്റുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതൊരു സ്ത്രീയും തൻ്റെ ആയുസ്സിൽ ഒരിക്കലും മറക്കാത്ത ആ പുരുഷന്റെ വളരെ വ്യത്യസ്തവും നിഗൂഢവും അതേസമയം അങ്ങേയറ്റം ക്യൂരിയോസിറ്റി ഉണർത്തുന്നതുമായ 8 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ വെറും ഒരു കേൾവിയല്ല, നിങ്ങളുടെ ചിന്തകളെ പോലും മാറ്റിമറിച്ചേക്കാവുന്ന ഒരാഴത്തിലുള്ള മനഃശാസ്ത്ര വിശകലനമാണ്. അതുകൊണ്ട് വളരെ ശാന്തമായി ഇരുന്ന് ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് വ്യാഖ്യാനിക്കാനാവാത്ത യാദൃച്ഛികതകൾ എന്നാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ സിൻക്രോണിസിറ്റി എന്ന് പറയും. അതായത് യുക്തി കൊണ്ട് അല്ലെങ്കിൽ ശാസ്ത്രം കൊണ്ട് നമുക്ക് കൃത്യമായി വിശദീകരിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ. ഒരു സ്ത്രീ ഒരിക്കലും മറക്കാത്ത പുരുഷനും അവളും തമ്മിലുള്ള ബന്ധത്തിൽ എപ്പോഴും ഇത്തരം മാന്ത്രികമായ യാദൃച്ഛികതകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. നമുക്കൊരു സാഹചര്യം സങ്കല്പിക്കാം. അവൾ വളരെ കടുത്ത മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസമാണ്. ആകെ അസ്വസ്ഥത, ആരോടും ഒന്നും സംസാരിക്കാൻ തോന്നാത്ത അവസ്ഥ, ലോകത്തിൽ താൻ തികച്ചും ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കുന്ന ആ കറുത്ത നിമിഷം. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി വെറുതെ അവനെക്കുറിച്ച് ഓർക്കുകയാണ്. കൃത്യം അതേ സെക്കൻഡിൽ അവളുടെ ഫോൺ ശബ്ദിക്കുന്നു. നോക്കുമ്പോൾ അവന്റെ മെസ്സേജ്: ഹായ്, നീ ഓക്കെ അല്ലേ? എനിക്കെന്തോ നിന്നെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു ശരിയല്ലാത്ത തോന്നൽ, അതുകൊണ്ട് വെറുതെ ചോദിച്ചതാ. അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം നോക്കൂ. അവൾ തികച്ചും അപ്രതീക്ഷിതമായി റൂട്ടിൽ പോലുമല്ലാത്ത ഒരു ചെറിയ കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ്. താൻ ഇവിടെയുള്ള കാര്യം അവൾ ആരോടും പറഞ്ഞിട്ടുമില്ല. പെട്ടെന്ന് ആ കോഫി ഷോപ്പിന്റെ വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് നടന്നു വരുന്നു. അവൾ അമ്പരന്നു പോകുന്നു. അവൾ ചോദിക്കുന്നു, നീ എങ്ങനെ ഇവിടെ എത്തി? അവൻ വളരെ സാധാരണക്കാരനായി പറയും, ഏയ്, ഞാൻ വെറുതെ ഈ വഴി പോയപ്പോൾ ഒരു കാപ്പി കുടിക്കാമെന്ന് കരുതി കയറിയതാ. സുഹൃത്തുക്കളെ, ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് ഇതിനെ വെറും ഒരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ അവിചാരിതമായ സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ ഉപബോധ മനസ്സ് ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇത് വെറും ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് തങ്ങൾ തമ്മിൽ ഏതോ പ്രപഞ്ചശക്തിയാൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. യുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത ഈ നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ വലിയൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞാലും തൻ്റെ ജീവിതത്തിൽ മാത്രം അനുഭവിച്ച ആ മാന്ത്രിക നിമിഷങ്ങളും അതിന് കാരണക്കാരനായ പുരുഷനെയും മറക്കാൻ ഒരു സ്ത്രീക്കും കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. ഇനി രണ്ടാമത്തെ ലക്ഷണം, ഇത് കേൾക്കാൻ നല്ല രസമാണ്: പ്രവചനാതീതമായ പെരുമാറ്റം. മനഃശാസ്ത്രപരമായി മനുഷ്യ മനസ്സിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നമുക്ക് എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയുന്ന, അതായത് ഇന്നിങ്ങനെ ചെയ്യും, നാളെ അങ്ങനെ ചെയ്യും എന്ന് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളോട് നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും. എന്നാൽ അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്ന് നിശ്ചയമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും ഓടിയെത്തും. നമ്മുടെ തലച്ചോറിലെ ഡോപാമിൻ എന്ന ഹോർമോൺ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതാണ്. ഒരു സ്ത്രീ ഒരിക്കലും മറക്കാത്ത പുരുഷൻ എപ്പോഴും അങ്ങേയറ്റം പ്രവചനാതീതനായിരിക്കും. അവൻ എല്ലാവരെയും പോലെ ഒരു സാധാരണ പാറ്റേൺ പിന്തുടരുന്ന ആളായിരിക്കുകയില്ല. നമുക്കൊരു ഉദാഹരണം എടുക്കാം. അവൻ ഒരുമിച്ചൊരു ലോങ് ഡ്രൈവ് പോകാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സാധാരണക്കാരനായ പുരുഷൻ എന്താണ് ചെയ്യുക?
ദിവസങ്ങൾക്ക് മുൻപ് ഗൂഗിൾ മാപ്പ് നോക്കി റൂട്ടും ഹോട്ടലും സമയവുമൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യും. എന്നാൽ ഇവൻ അങ്ങനെയല്ല. അവൻ യാത്രയുടെ പാതി വഴിയിൽ വെച്ച് പെട്ടെന്ന് വണ്ടി തിരിച്ചുവിടും. എന്നിട്ട് പറയും, നമുക്ക് ആ കാട്ടുവഴിയിലൂടെ പോയാലോ, അവിടെ മനോഹരമായ ഒരു അരുവിയുണ്ടെന്ന് ഞാൻ കേട്ടു. ആരും അധികം പോകാത്ത, ഒരു ഭൂപടത്തിലുമില്ലാത്ത മനോഹരമായ ഒരു ലോകത്തേക്ക് അവൻ അവളെ കൊണ്ടുപോകും. അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം, വളരെ ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ വിചാരിക്കും അവൻ ഇപ്പോൾ വലിയ രീതിയിൽ ദേഷ്യപ്പെടുമെന്ന്. അവൾ ഉള്ളിൽ ഭയന്ന് നിൽക്കുകയായിരിക്കും. എന്നാൽ അവൻ അവിടെ അങ്ങേയറ്റം ശാന്തനായി ഒരു ചെറിയ പുഞ്ചിരിയോട് പറയും, സാരമില്ലടോ, നമുക്കിത് പരിഹരിക്കാം, നീ സങ്കടപ്പെടേണ്ട. അവളുടെ എല്ലാ കണക്ക് കൂട്ടലുകളെയും അവൻ തെറ്റിക്കും. അവൻ്റെ തീരുമാനങ്ങൾ, അവൻ്റെ സർപ്രൈസുകൾ, അവൻ്റെ ചിന്താഗതികൾ, ഇതിലൊന്നും ഒരു സ്ഥിരതയുണ്ടായിരിക്കുകയില്ല. ഈ പ്രവചനാദിത്വം സ്ത്രീകളിൽ അവനെക്കുറിച്ച് ഒരു നിരന്തരമായ കൗതുകം നിലനിർത്തും. അവൻ അടുത്തത് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ചോദ്യം അവളുടെ ചിന്തകളെ എപ്പോഴും അവനിലേക്ക് കെട്ടിയിടുന്നു. ആ ആകാംക്ഷ തരുന്ന ആവേശമുണ്ടല്ലോ, അതൊരു സ്ത്രീക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. മൂന്നാമത്തെ ലക്ഷണം വികാരങ്ങളുടെ വളരെ ആഴത്തിലുള്ളൊരു തലമാണ്. ടെലിപ്പതി പോലെയുള്ള അദൃശ്യബന്ധം. വാക്കുകൾ കൊണ്ട് സംസാരിക്കാനും സ്വന്തം വികാരങ്ങൾ പ്രകടിപ്പിക്കാനും എല്ലാവർക്കും കഴിയും. എന്നാൽ വാക്കുകളില്ലാത്ത വെറുമൊരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഭാവങ്ങൾ കൊണ്ട് മാത്രം ഒരാളുടെ മനസ്സ് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന പുരുഷന്മാർ വളരെ അപൂർവമാണ്. ഉയർന്ന വൈകാരിക ബുദ്ധിയുള്ള പുരുഷന്മാരുടെ പ്രധാന ലക്ഷണമാണിത്. നമുക്കൊരു സാഹചര്യം സങ്കല്പിക്കാം. അവൾ അവളുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ കൂടെ വലിയൊരു പാർട്ടിയിൽ ഇരിക്കുകയാണ്. പുറമേക്ക് അവൾ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ചിരിച്ച് എല്ലാവരോടും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. അവിടെയുള്ള മറ്റാർക്കും അവളുടെ ഉള്ളിലെ അസ്വസ്ഥത മനസ്സിലാകുന്നില്ല. എന്നാൽ അവിടെ ഇരിക്കുന്ന ആ പുരുഷൻ അവളുടെ കണ്ണുകളിലെ നേരിയ ഒരു തിളക്കക്കുറവ് അല്ലെങ്കിൽ അവൾ വിരലുകൾ കോർത്തു പിടിക്കുന്ന ഒരു ശൈലി കണ്ട് അവൾ ഉള്ളിൽ എന്തോ വലിയ സങ്കടം ഒതുക്കുന്നുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു. അവൻ ആ ജനക്കൂട്ടത്തിനിടയിലൂടെ പതിയെ നടന്ന് അവിടെ അരികിലെത്തുന്നു. എന്നിട്ട് മറ്റാരും കേൾക്കാതെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുന്നു, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലോ? നിനക്ക് ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ നിമിഷം ആ സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആശ്വാസവും സുരക്ഷിതത്വവും എത്രത്തോളമാണ് എന്നറിയാമോ? ലോകം മുഴുവൻ തൻ്റെ കള്ളച്ചിരി കണ്ട് സന്തോഷിക്കുമ്പോൾ തൻ്റെ ഉള്ളിലെ യഥാർത്ഥ മൗനത്തെയും സങ്കടത്തെയും തിരിച്ചറിയാൻ ഒരാളുണ്ട് എന്ന ബോധം അവളിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നു. തൻ്റെ വാക്കുകൾക്ക് കാതോർക്കുന്നവരെയല്ല, തൻ്റെ മൗനത്തെ മനസ്സിലാക്കുന്ന പുരുഷനെയാണ് ഒരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുക. തന്നെ ഇത്രത്തോളം ആഴത്തിലറിഞ്ഞ് വാക്കുകളില്ലാതെ തൻ്റെ ആത്മാവിനെ വായിച്ച ആ പുരുഷനെ പിന്നീട് ഒരിക്കലും അവളുടെ മനസ്സിൽ നിന്ന് ഇറക്കിവിടാൻ അവൾക്ക് സാധിക്കുകയില്ല. ഇനി നാലാമത്തെ ലക്ഷണം, ഇത് മനഃശാസ്ത്രത്തിലെ വളരെ പ്രശസ്തമായ ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ശേഷിപ്പിക്കുന്നത്. മനഃശാസ്ത്രജ്ഞനായ ബ്ലൂമ സൈഗാർനിക് കണ്ടെത്തിയ ഒരു തത്വമുണ്ട്. അതായത് നമ്മുടെ മനസ്സ് പൂർത്തിയായ കാര്യങ്ങളെക്കാൾ പൂർത്തിയാകാത്ത അല്ലെങ്കിൽ നിഗൂഢതകൾ നിറഞ്ഞ കാര്യങ്ങളെയാണ് കൂടുതൽ ഓർത്തു വയ്ക്കുക. ഒരു സ്ത്രീ ഒരിക്കലും മറക്കാത്ത പുരുഷൻ അവൾക്ക് മുന്നിൽ പൂർണ്ണമായും തുറക്കപ്പെട്ട ഒരു പുസ്തകമായിരിക്കുകയില്ല. അവൻ എപ്പോഴും ഉള്ളിൽ ഒരു നിഗൂഢത കാത്തു സൂക്ഷിക്കും. നമുക്കൊരു സാഹചര്യം നോക്കാം. അവർ മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ടാകാം. അവൻ അവളുടെ എല്ലാ കാര്യങ്ങളും വളരെ താല്പര്യത്തോടെ ചോദിച്ചറിയും. അവൾക്ക് നല്ലൊരു ശ്രോതാവായിരിക്കുകയും ചെയ്യും. എന്നാൽ അവൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചോ അവൻ്റെ മുൻകാലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെക്കുറിച്ചോ അവൻ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കൂ. അവൻ്റെ ചിന്തകളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുകയില്ല. എല്ലാം അറിഞ്ഞു എന്ന് അവൾ കരുതുമ്പോഴും അവനെക്കുറിച്ച് ഇനിയും എന്തൊക്കെയോ അറിയാൻ ബാക്കിയുണ്ട് എന്നൊരു തോന്നൽ അവൻ അവളിൽ അവശേഷിപ്പിക്കും. അവൻ ഒരു പസിൽ പോലെയാണ്. അത് പൂർണ്ണമായി പൂരിപ്പിക്കാൻ അവൾ എത്ര ശ്രമിച്ചാലും ചില കഷ്ണങ്ങൾ എപ്പോഴും ബാക്കിയുണ്ടാകും. മനഃശാസ്ത്രപരമായി ഈ പൂർത്തിയാകാത്ത നിഗൂഢത സ്ത്രീകളെ അവനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അവൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ അവൻ്റെ ആ നിഗൂഢമായ പെരുമാറ്റത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ അവളുടെ മനസ്സ് തനിയെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവൾ അവനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും തോറും അവൾ അറിയാതെ തന്നെ അവൻ അവളുടെ ഓർമ്മകളിൽ എന്നും പുതിയതായി നിലനിന്നുകൊണ്ടിരിക്കും. അഞ്ചാമത്തെ ലക്ഷണം ബാഹ്യരൂപത്തിനപ്പുറമുള്ള ഒന്നാണ്. അവനിലെ നിഗൂഢമായ ഊർജം. നമ്മളിതിനെ ഓറ അല്ലെങ്കിൽ സാന്നിധ്യം എന്ന് വിളിക്കും. ഓരോ മനുഷ്യനും ചുറ്റും ഒരു ഊർജ വലയമുണ്ട്. ചില ആളുകൾ കടന്നു വരുമ്പോൾ നമ്മളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകാം. ചിലർ വരുമ്പോൾ വലിയ ബഹളമായിരിക്കും. എന്നാൽ
ഒരു സ്ത്രീ ഒരിക്കലും മറക്കാത്ത പുരുഷന്റെ സാന്നിധ്യം അങ്ങേയറ്റം കാന്തികവും ശാന്തവുമായിരിക്കും. നമുക്കൊരു സാഹചര്യം സങ്കല്പിക്കാം. വലിയൊരു മീറ്റിംഗ് ഹാൾ അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ ആളുകൾ ഒച്ച വയ്ക്കുന്നു, ഉച്ചത്തിൽ സംസാരിക്കുന്നു. ആ സമയത്താണ് അവൻ അങ്ങോട്ട് കടന്നു വരുന്നത്. അവൻ വലിയ വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ധരിച്ചിട്ടുണ്ടാവുകയില്ല. അവൻ വന്ന് വലിയ ശബ്ദത്തിൽ സംസാരിച്ച് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നോക്കുന്നുമില്ല. അവൻ വളരെ ശാന്തനായി ഒരു കോണിൽ പോയിരിക്കുന്നു. എങ്കിലും ആ മുറിയിലുള്ള എല്ലാവരുടെയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശ്രദ്ധ അവനിലേക്ക് പതിയെ ആകർഷിക്കപ്പെടും. അവന്റെ ആത്മവിശ്വാസം നിറഞ്ഞ ഇരിപ്പും മുഖത്തെ പ്രശാന്തതയും അവന്റെ ചെറിയ ചലനങ്ങളും ഒരു പ്രത്യേക ഗാംഭീര്യം പുറപ്പെടുവിക്കുന്നുണ്ടാകും. സ്ത്രീ മനസ്സ് ഇത്തരം ഊർജങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയും. അത് അവളിൽ ഒരു ഭയമല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് ഒരു വലിയ കൗതുകവും ബഹുമാനവുമാണ്. അവൻ സംസാരിക്കാതെ തന്നെ അവന്റെ സാന്നിധ്യം കൊണ്ട് ആ അന്തരീക്ഷത്തെ കീഴടക്കാൻ അവന് കഴിയുന്നു. അത്തരം ഒരു കാന്തിക വ്യക്തിത്വമുള്ള പുരുഷനെ കണ്ടുമുട്ടിയാൽ ആ സാന്നിധ്യം ഉണ്ടാക്കിയ ആഴത്തിലുള്ള അനുഭവം ഒരു സ്ത്രീക്കും തൻ്റെ ജീവിതത്തിൽ പിന്നീട് മറക്കാൻ സാധിക്കുകയില്ല. ആറാമത്തെ ലക്ഷണം അവനിലെ വൈകാരികമായ ശ്രേഷ്ഠതയെ കാണിക്കുന്നു. വൈകാരികമായി അമ്പരപ്പിക്കുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അവരുടെ യഥാർത്ഥ വ്യക്തിത്വം അളക്കപ്പെടുന്നത് സാധാരണയായി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആളുകൾ പരിഭ്രാന്തരാകും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. എന്നാൽ ഈ പുരുഷൻ ഇത്തരം സാഹചര്യങ്ങളിൽ അങ്ങേയറ്റം ശാന്തനായിരിക്കും. ഒരു സാഹചര്യം നോക്കൂ. അവർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ വണ്ടിക്ക് വലിയൊരു അപകടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവർ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെടുന്നു എന്ന് വിചാരിക്കുക. അവിടെയുള്ള മറ്റെല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിക്കുമ്പോൾ അവൻ ഒട്ടും പതറാതെ വളരെ ശാന്തനായി കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. അവൾ ഭയന്ന് വിറച്ചു നിൽക്കുമ്പോൾ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് അവൻ പറയും, എടോ, ഞാൻ കൂടെയുണ്ട്, ഒന്നും സംഭവിക്കുകയില്ല, കൂളായിരിക്കെ. അവന്റെ ആ ഒരൊറ്റ വാക്കിൽ, ആ ശാന്തതയിൽ അവൾക്ക് അനുഭവപ്പെടുന്ന സുരക്ഷിതത്വം ചെറുതല്ല. അതുപോലെ തന്നെ അവൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൽ തളർന്നിരിക്കുമ്പോൾ, ലോകം മുഴുവൻ അവളെ കുറ്റപ്പെടുത്തുമ്പോൾ, അവൻ അവളുടെ അരികിലിരുന്ന് പറയും, തോറ്റാലും കുഴപ്പമില്ലടോ, എനിക്ക് നിന്നെ വിശ്വാസമാണ്, നമ്മൾ ഇത് തിരിച്ചു പിടിക്കും. ഈ വൈകാരികമായ അമ്പരപ്പുകൾ സ്ത്രീകളുടെ മനസ്സിൽ ഒരു വലിയ ആങ്കർ പോലെ പതിഞ്ഞു പോകും. താൻ തളർന്നുപോയ നിമിഷങ്ങളിൽ തനിക്ക് തണലിനായി നിന്ന, തൻ്റെ വികാരങ്ങളെ മാനിച്ച ആ പുരുഷനെ അവൾക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. ജീവിതത്തിൽ പിന്നീട് എത്ര വലിയ പുരുഷന്മാർ വന്നാലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ നൽകിയ ആ വൈകാരിക സുരക്ഷിതത്വവുമായി അവരെ താരതമ്യം ചെയ്യാൻ അവളുടെ മനസ്സ് തനിയെ പ്രേരിപ്പിക്കും. ഈ ഏഴാമത്തെ ലക്ഷണം വളരെ മനോഹരമായ ഒരു മാനസികാവസ്ഥയാണ്. സാന്നിധ്യമുണ്ടാക്കുന്ന പ്രത്യേക പ്രതിധ്വനി. ചില ആളുകൾ നമ്മുടെ അരികിൽ നിന്നും പോയാൽ നമ്മൾ അവരെ പെട്ടെന്ന് മറക്കും. എന്നാൽ ഈ പുരുഷന്റെ പ്രത്യേകത, അവൻ കൂടെയുള്ളപ്പോൾ നൽകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അവൻ പോയി കഴിഞ്ഞാലും അവിടെ അവശേഷിക്കും എന്നുള്ളതാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയും. ഒരു സാഹചര്യം സങ്കല്പിക്കാം. അവൻ അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവർ എപ്പോഴും കാണുന്ന ഒരു ചെറിയ പാർക്കിലോ വന്നിട്ട് പോകുന്നു. അവർ ഒരുമിച്ച് ചിരിക്കുന്നു, സംസാരിക്കുന്നു, മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ പങ്കിടുന്നു. അതിനുശേഷം അവൻ യാത്ര പറഞ്ഞിറങ്ങുന്നു. അവൻ പോയി കഴിഞ്ഞാലും അവൾ ആ മുറിയിലേക്ക് വരുമ്പോൾ അവൻ ഉപയോഗിച്ച പെർഫ്യൂമിൻ്റെ നേർത്ത സുഗന്ധം ഇപ്പോഴും അവിടെ ഉള്ളതുപോലെ അവൾക്ക് തോന്നും. അവൻ ഇരുന്ന കസേരയിലേക്ക് നോക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെടും. അവൻ സംസാരിച്ച വാക്കുകളുടെ ഭംഗി അവളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരിക്കും. അവൻ ശാരീരികമായി അവിടെ ഇല്ലെങ്കിൽ പോലും അവൻ്റെ സാന്നിധ്യം ആ അന്തരീക്ഷത്തിൽ ഒരു പ്രതിധ്വനിയായി നിലനിൽക്കും. അവൻ കൂടെ ഇല്ലാത്തപ്പോഴും അവൻ തൻ്റെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ സ്ത്രീകളിൽ ഉണ്ടാക്കാൻ ഈ സവിശേഷതയ്ക്ക് കഴിയുന്നു. ഈ ഒരു പ്രതിധ്വനി അവളുടെ മനസ്സിൽ അവൻ്റെ ഓർമ്മകളെ എപ്പോഴും ജീവനോടെ നിലനിർത്തുന്നു. കാലം എത്ര കഴിഞ്ഞാലും ആ സുഗന്ധവും ആ ഓർമ്മകളും അവളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയില്ല. എട്ടാമത്തെയും അവസാനത്തെയും ലക്ഷണം അല്പം വിചിത്രമെന്ന് തോന്നാം, പക്ഷെ മനഃശാസ്ത്രപരമായി ഇത് ഏറ്റവും ശക്തമായ ഒന്നാണ്. പെട്ടെന്നുള്ള മൗനം അല്ലെങ്കിൽ അകലം. എപ്പോഴും ലഭ്യമായ കാര്യങ്ങൾക്ക് മനുഷ്യർ വില കുറച്ചേ കാണാറുള്ളൂ. മനഃശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വമാണിത്. എപ്പോഴും അവളുടെ ചുറ്റും നടന്ന് സംസാരിക്കുന്ന, അവൾ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഈ പുരുഷൻ തൻ്റേതായ ഒരു വ്യക്തിപരമായ ലോകം കാത്തു സൂക്ഷിക്കുന്നവനാണ്. ഒരു സാഹചര്യം നോക്കൂ. ചില ദിവസങ്ങളിൽ അവൻ അവളോട് അങ്ങേയറ്റം ആത്മാർത്ഥമായി സംസാരിക്കും, പ്രണയിക്കും, അവളുടെ എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാകും. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൻ തൻ്റേതായ ലോകത്തേക്ക് ഒതുങ്ങിക്കൂടും.
വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു ശാന്തമായ മൗനം അവൻ പാലിക്കും. അവൾക്ക് മെസ്സേജുകൾ അയച്ചാൽ അവൻ മറുപടി നൽകും. പക്ഷേ അവനായിട്ട് വലിയ സംഭാഷണങ്ങൾക്ക് മുതിരില്ല. അവൾ ചോദിക്കും, എന്തുപറ്റി, നീ എന്താ മിണ്ടാത്തത്? അവൻ പറയും, ഏയ് ഒന്നുമില്ലടോ, ഞാൻ വെറുതെ എൻ്റെ ചില ചിന്തകളിലായിരുന്നു. ഈ പെട്ടെന്നുള്ള മൗനവും താൽക്കാലികമായ അകലവും സ്ത്രീകളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. അവൾ ചിന്തിക്കാൻ തുടങ്ങും, അവൻ ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അവൻ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അതോ അവൻ അവൻ്റെ ജീവിതത്തിൽ മറ്റൊരു വലിയ കാര്യത്തിൽ തിരക്കിലാണോ? ഈ ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ അവനെക്കുറിച്ചുള്ള ചിന്തകളെ ഇരട്ടിയാക്കും. അവൻ്റെ സാന്നിധ്യത്തേക്കാൾ അവൻ്റെ ഈ താൽക്കാലികമായ അസാന്നിധ്യമാണ് അവളിൽ അവനെക്കുറിച്ചുള്ള ഓർമ്മകളെ കൂടുതൽ ശക്തമാക്കുന്നത്. ഈ മൗനം തന്നെയാണ് അവനെ അവളുടെ ചിന്തകളിൽ എപ്പോഴും നിലനിർത്തുന്നത്. ഇതൊക്കെയാണ് ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ആ പുരുഷന്റെ രഹസ്യവും ആകാംക്ഷ ഉണർത്തുന്നതുമായ 8 ലക്ഷണങ്ങൾ. ഇവ കേവലം ബാഹ്യമായ ആകർഷണങ്ങൾക്കപ്പുറം മനസ്സിന്റെ ആഴങ്ങളെ സ്പർശിക്കുന്ന, വികാരങ്ങളെ സ്വാധീനിക്കുന്ന സവിശേഷതകളാണ്. ഒരു പുരുഷന്റെ ശ്രേഷ്ഠതയും ആകർഷണീയതയും അടങ്ങിയിരിക്കുന്നത് അവന്റെ ഈ വ്യക്തിത്വത്തിലാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഈ 8 ലക്ഷണങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച പോയിന്റ് ഏതാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളിൽ എപ്പോഴും ജീവിക്കുന്ന ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? നിങ്ങളുടെ വിലയേറിയ ചിന്തകളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കൂ. ഞാൻ അത് വായിക്കാൻ കാത്തിരിക്കുകയാണ്. അടുത്തൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.